വി എസ് എല്ലാ കാലത്തും ഒരു പ്രതിപക്ഷ സ്വരം കൂടിയായിരുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വി എസ് എല്ലാ കാലത്തും അധസ്ഥിത വർഗത്തിനൊപ്പം നിലയുറപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും. നന്നേ ചെറുപ്പത്തിൽ കഠിനമായ ജീവിത അനുഭവങ്ങൾ, അതിനിടയിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുക്കുന്നത്. നിസ്വവർഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് പലരുടെയും പ്രതികരണങ്ങളിൽ. വി എസ് അന്ന് നടത്തിയ പോരാട്ടമാണ് ഞങ്ങളെ ഇങ്ങനെ എത്തിച്ചതെന്ന് പറയുന്ന ജനതയെ നമ്മൾ കണ്ടതാണ്, തൊഴിലാളികളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ കാലത്തും അടിസ്ഥാന വർഗത്തിനൊപ്പമായിരുന്നു വി എസ് നിലയുറപ്പിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസ് നടത്തിയ പോരാട്ടങ്ങളുണ്ട്, വി എസ് നടത്തിയ ഇടപെടലുകളുണ്ട്, വി എസ് നടന്നു കയറിയ മലകളുണ്ട്, പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിനുവേണ്ടി ഉയർത്തിയ ശബ്ദം, അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്, കേരളത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം ആളുകൾ വി എസിനെ കാണുന്നതിന് വേണ്ടിയും ഈ ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുകയാണ്. അവിടെ ആ വാഹനത്തിന് ചുറ്റും ജനക്കൂട്ടം ഇരമ്പി ആർക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇരുവശത്തേക്കുമായി അവരെ വകഞ്ഞു മാറ്റി വി എസിന്റെ ഭൗതിക ശരീരം ആ ഹാളിനകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവരെല്ലാം ഉള്ളത്. അവിടെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. CPIഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, ഇടതുപക്ഷത്തിന്റെ പ്രമുഖനായ നേതാക്കൾ, മറ്റു പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ, അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വി എസിന്റെ ഭൗതിക ശരീരം ആ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി ഹാളിനകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ റെഡ് വോളണ്ടിയേഴ്സും പോലീസ് സംഘവും ഒക്കെ. വിലാപയാത്ര മണിക്കൂറുകൾ വൈകിയിരിക്കുന്നു. ഇനിയും ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ ഹാളിലെ പൊതുദർശനമുണ്ട്. അതിനുശേഷം വേണം വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കാൻ. അവിടെ വി എസിനെ കാത്തിരിക്കുന്നുണ്ട് ആ വിപ്ലവ മണ്ണ്. P കൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരത്തിന് സമീപത്തായി വി എസിന് അവിടെ ഇപ്പോൾ അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ്. അതവിടെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇവിടെ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരം എത്തിക്കുമ്പോഴും ആ നെഞ്ചുലയ്ക്കുന്ന മുദ്രാവാക്യം വിളികൾ അത് ഉയരുന്നുണ്ട്. വി എസിന് വേണ്ടിയും വി എസ് മരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആൾക്കൂട്ടം അതവിടെ ഇരമ്പിയാർക്കുന്നുണ്ട്. കണ്ണേ കരളെ വി എസ് എന്നുള്ള മുദ്രാവാക്യം വിളികൾ അവിടെ ഉയരുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്, മുതിർന്നവരെത്തിയിട്ടുണ്ട്, യുവതി യുവാക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും എല്ലാ തലമുറകളെയും പ്രചോദിപ്പിച്ച നേതാവായിരുന്നു. ശിവരാമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന പിറന്ന മണ്ണിൻ്റെ അന്ത്യാഭിവാദ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ വിളിച്ചു പറയുന്നു, വി എസിന് മരണമില്ല, വി എസ് അമരനാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാധുജനങ്ങളെ സ്നേഹിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് അന്ത്യ അഭിവാദ്യങ്ങൾ നൽകുന്ന തിരക്കിലാണിപ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾ. അതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വന്നവരൊക്കെ തന്നെ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിരക്കിട്ട് കയറുകയാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ നേതാക്കന്മാരെ കൊണ്ട് നിറയുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള നേതാക്കന്മാർ വളരെ നേരത്തെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനെ, സ്നേഹിതനെ, വി എസ് എന്ന് പറയുന്ന രണ്ട് അക്ഷരക്കാരനെ, വിപ്ലവം സിരകളിൽ പടർത്തിയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു. നമുക്ക് വൈസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എടുക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ നിന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഈ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തിച്ചത്. ഭൗതിക ശരീരം റെഡ് വോളണ്ടിയേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് കിടത്തുകയാണ്.
വാക്യങ്ങളുടെ കടലിരമ്പമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യമാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വലിയ ജനസഞ്ചയമാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ സമയക്രമങ്ങളും ഇവിടെയും അതിക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചിട്ടുള്ള VS ഇക്കാര്യത്തിൽ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരുപാട് രാത്രി വൈകിപ്പോകാനും സാധ്യതയുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക്. ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് രാത്രി 10 മണിയാകുമോ. നമുക്കൊന്നും പറയാൻ കഴിയില്ല. പ്രവചനാതീതമാണ് ഇപ്പോൾ കാര്യങ്ങൾ. അത്ര കൂടുതൽ ജനസാഗരമാണ് ഇപ്പോൾ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ളത്. ഈ കായലോളങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്ന് നമുക്കറിയാം. വിപ്ലവത്തിൻ്റെയും തൊഴിലാളി വർഗ സർവാധിപത്യം രാജ്യത്തുണ്ടാകുമെന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെയൊക്കെ കഥകൾ ഈ ജനസാഗരത്തിനും പറയാനുണ്ടാകും.